KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ദരിദ്രർക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാരിന്റെ പ്രഥമ കർത്തവ്യമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ നടപടികൾ നാളെ ആരംഭിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തൃശൂർ വിജിലൻസ് കോടതി. JNUവിലെ വിദ്യാർത്ഥികൾ കീഴടങ്ങണമെന്ന് ഡൽഹി ഹൈക്കോടതി. അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിന് രസീത് സംവിധാനം, പ്രവാസികൾക്കായുള്ള ഇന്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന തീരുമാനം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മോദി സർക്കാരിന്റേത് സ്വേച്ഛാധിപത്യ ഭരണം, കോടതികൾ പോലും സുരക്ഷിത ഇടമല്ല, രൂക്ഷ വിമർശനവുമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. കനയ്യകുമാറിനെ അഭിഭാഷകർ 3 മണിക്കൂർ മർദ്ദിച്ചുവെന്ന് വെളിപ്പെടുത്തൽ, ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തായി. വാടാനപ്പള്ളി മദാർ 20ാം വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ നടപടികൾ നാളെ ആരംഭിക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. ഘടകകക്ഷികളുമായുള്ള ചർച്ച എന്ന് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും. ആരോപണ വിധേയർ മത്സരിക്കണമോ എന്ന കാര്യവും പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ മുതൽ പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും VM സുധീരൻ ഡൽഹിയിൽ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നടപടികൾ നാളെ തന്നെ ആരംഭിക്കുകയാണ്. ജയസാധ്യതയും ജനസ്വീകാര്യതയും ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റമറ്റ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നല്ല ലിസ്റ്റ് തയ്യാറാക്കുക, ആ ഒരു വലിയ ദൌത്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെയൊരു പാരമ്പര്യം കോൺഗ്രസിനില്ല. നേതാക്കൾ കൂട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടും. ജയസാധ്യതയും ജനസമ്മതിയുമാവും മാനദണ്ഡമെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇലക്ഷൻ കേരളത്തിൽ നേരിട്ടിട്ടില്ല. ഇപ്പൊ കൂട്ടായ നേതൃത്വമാണുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടായി, കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. രാജ്യത്തെ ദരിദ്രർക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാരിന്റെ പ്രഥമ കർത്തവ്യമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി. സബ്കാ ഭാരത് സബ്കാ വികാസ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് വികസനം. എന്റെ സർക്കാർ സാധാരണക്കാരുടെ ഉന്നതി, കർഷകരുടെ സമൃദ്ധി, യുവാക്കളുടെ അഭിവൃദ്ധി തുടങ്ങിയവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാഷ്ട്രപതി പറഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. To provide housing for all by 2022. The Pradhan Mantri Awas Yojana, launched on June 25, 2015, envisages construction of around 2 crore houses to benefit primarily slum dwellers, urban poor, and people from economically weaker sections. രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട JNUവിലെ വിദ്യാർത്ഥികൾ കീഴടങ്ങണമെന്ന് ഡൽഹി ഹൈക്കോടതി. കീഴടങ്ങാൻ മതിയായ സുരക്ഷ ഒരുക്കണമെന്ന ഹർജിയിൽ നാളെയും വാദം തുടരും. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന ഹർജിയും തള്ളി. JNUവിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ എതിർപ്പിനെ തുടർന്ന് JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തൃശൂർ വിജിലൻസ് കോടതി. പാമോലിൻ ഇടപാടിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് അറിവുണ്ടായിരുന്നു. അന്നത്തെ ധനമന്ത്രി എന്ന നിലയിൽ ഫയലിൽ ഒപ്പിട്ടെന്നത് വസ്തുതയാണ്. ഉദ്യോഗസ്ഥരുടെ മേൽ കുറ്റം ചാർത്താനാവില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം പാമോലിൻ കേസിൽ 3ഉം 4ഉം പ്രതികളെ വിജിലൻസ് കോടതി കുറ്റവിമുക്തരാക്കി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി സക്കറിയ മാത്യൂസ്, മുൻ ചീഫ് സെക്രട്ടറി S പത്മകുമാർ എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിന് രസീത് സംവിധാനം, പ്രവാസികൾക്കായുള്ള ഇന്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന തീരുമാനം ഇപ്പോൾ അജണ്ടയിലില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സൈദി പറഞ്ഞു. വിശദമായ റിപ്പോർട്ടിലേക്ക്.
തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാൻ 2019 പൊതുതെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്താൽ രസീത് ലഭിക്കുന്ന സംവിധാനം അഥവാ പേപ്പർ ഓഡിറ്റ് ട്രയൽ വോട്ടിംഗ് യന്ത്രം നടപ്പിൽ വരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടർമാർക്ക് തങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയതിന്റെ വിശദവിവരങ്ങൾ അടങ്ങുന്ന പ്രിന്റ് ഔട്ട് ലഭിക്കുന്ന സംവിധാനമാണ് പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീൻ. ഇത്തരത്തിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് സീൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. വോട്ടർമാരുടെ പേര് വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിച്ചു വെക്കപ്പെടും. തുടർന്ന് വോട്ടെണ്ണലിന് ശേഷം എന്തെങ്കിലും തർക്കം ഉയർന്നാൽ അത് പരിഹരിക്കാനുള്ള വ്യക്തമായ തെളിവായി ഇത്തരം പ്രിന്റ് ഔട്ടുകൾ പരിശോധിക്കാം. 2013 ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. പേപ്പർ ഓഡിറ്റ് ട്രയൽ വോട്ടിംഗ് യന്ത്രം രാജ്യമൊട്ടാകെ വിന്യസിക്കും. സുതാര്യത ഉറപ്പായതിനാൽ വോട്ടർമാർക്ക് പേപ്പർ ഓഡിറ്റ് ട്രയൽ യന്ത്രം വഴി വോട്ട് രേഖപ്പെടുത്തുന്നതാണ് കൂടുതൽ സ്വീകാര്യം. യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചെലവ് സംബന്ധിച്ച ബജറ്റും തയ്യാറാക്കി കഴിഞ്ഞതായി സെയ്ദി പറഞ്ഞു. ICT മുഖേന കൂടുതൽ വോട്ടർമാരെ തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിക്കുമെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് പ്രവാസികൾക്കായുള്ള ഇന്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന തീരുമാനം ഇപ്പോൾ അജണ്ടയിലില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി പറഞ്ഞു. പ്രവാസികൾക്കായി ഈ പോസ്റ്റൽ സംവിധാനം ഏർപ്പാടാക്കുമെന്നും എന്നാൽ അതിന്റെ സാങ്കേതിക വശങ്ങൾ വിലയിരുത്തിയ ശേഷമേ അത്തരമൊരു സംവിധാനം പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നും സെയ്ദി അറിയിച്ചു. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോകത്തിലെ 2 പ്രമുഖ പത്രങ്ങൾ. മോദി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ മനോഭാവം ഭിന്നസ്വരങ്ങളെ ജനക്കൂട്ടത്തെക്കൊണ്ട് അടിച്ചുകൊല്ലിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രമുഖ പത്രമായ ന്യൂയോർക്ക് ടൈംസ് കുറ്റപ്പെടുത്തുന്നത്. അതോറിറ്റിയൻ ഡ്രിഫ്റ്റ് എന്ന വാക്കാണ് മോദിക്കെതിരെ ന്യൂയോർക്ക് ടൈംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമില്ലാത്ത ഒരു നേതാവിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം എന്നതാണ് ഇതിനർത്ഥം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വാക്താക്കളും ഭിന്നാഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ തീരുമാനമെടുത്ത മോദി സർക്കാരും അവരുടെ രാഷ്ട്രീയ സഖ്യമായ ഹിന്ദു സംഘടനകളും തമ്മിലുള്ള സംഘർഷത്തിന്റെ വേദനയിലാണ് ഇന്ത്യ ഇപ്പോൾ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന പേജിൽ പറയുന്നത്. മോദിയുടെ ഭരണം സംബന്ധിച്ച് ഗൌരവമായ ആശങ്കകളാണ് ഈ സംഘർഷങ്ങൾ ഉയർത്തുന്നത്. കൂടാതെ സാമ്പത്തിക പരിഷ്കരണം സംബന്ധിച്ച പാർലമെന്റ് നടപടികളുടെ പുരോഗതി ഇത് തടസ്സപ്പെടുത്താനും ഇടയുണ്ട്. ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നു. ജനക്കൂട്ടത്തെക്കൊണ്ട് അടിച്ചുകൊല്ലിക്കുന്ന മാനസികാവസ്ഥ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്തം മോദി സർക്കാരിനാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പത്രം ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെയുള്ള സർക്കാർ ഭീഷണികൾക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ ഇന്ത്യൻ പൌരന്മാർക്ക് അവകാശമുണ്ടെന്നും ഉറപ്പിക്കുകയും ചെയ്യുന്നു. JNU സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിനുശേഷം ഡൽഹിയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് നൽകിയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അധികമായ ദേശീയതയുടെ പേരിലുള്ള അക്രമങ്ങൾ അനുവദനീയമാണ് എന്ന സന്ദേശമാണ് ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ നൽകുന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നു. കോടതി പോലും സുരക്ഷിത ഇടമല്ല. BJPയെയോ സർക്കാരിനെയോ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിനെ 3 മണിക്കൂർ മർദ്ദിച്ചെന്ന് BJP അനുഭാവമുള്ള അഭിഭാഷകൻ വിക്രം സിംഗ് ചൌഹാന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യ ടുഡേ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പാട്യാല ഹൈക്കോടതിയിൽ അഭിഭാഷകർക്കും വിദ്യാർത്ഥികൾക്കും നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിഭാഷകനാണ് വിക്രം സിംഗ് ചൌഹാൻ. उसने बोला भारत माता की जय। नहीं नहीं, जब वो पेश होगा उस समय ऐसे ही कुछ करना, लेकिन मारेंगे हम। वही है कहना। कब पेट्रोल बम भी लेके आऊंगा मैं, मेरे पे कुछ भी मुकदमा लगे, मटर का भी लगेगा मैं जेल में मतलब एक नहीं सब पे करेंगे सर। अभी मैं पेश नहीं हुआ हूँ, ओम शर्मा जी कल पेश होकर अपने जमानत लेके आ गए और मैं जेल जाऊंगा। मेरा वो आप पढ़ोगे तो बहुत सारी चीजें हैं। मेरा इंटरव्यू था तो मैंने कहा था कि मैं जो है मैं जेल जाऊंगा, अगर अरेस्ट हुआ तो मैं कन्हैया वाली जेल में जाना। പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൻഹയ്യയെ മർദ്ദിച്ച് മൂത്രമൊഴിപ്പിച്ചെന്നും ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചെന്നും വീഡിയോയിൽ പറയുന്നു. വീഡിയോയുടെ സാധുത സ്ഥിരീകരിച്ചിട്ടില്ല. ചൌഹാനെ കൂടാതെ യശ്പാൽ ശർമ്മ, ഓം ശർമ്മ എന്നീ അഭിഭാഷകരും വീഡിയോയിലുണ്ട്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അന്താരാഷ്ട്ര നാണയനിധിയുമായി സഹകരിച്ച് നടത്തുന്ന 2 ദിവസം നീണ്ടുനിൽക്കുന്ന അറബ് സാമ്പത്തിക ഫോറത്തിന് അബുദാബിയിൽ തുടക്കമായി.
അബുദാബി എമിറേറ്റ്സിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന് പുതിയ ഡിസൈൻ പുറത്തിറക്കി. ആഭ്യന്തര മന്ത്രാലയം തങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെയാണ് പുതിയ നമ്പർ പ്ലേറ്റ് പുറത്തിറക്കിയതായി അറിയിച്ചത്. അബുദാബി എന്ന് അറബിയിലും ഇംഗ്ലീഷിലും പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് പുതിയ നമ്പർ പ്ലേറ്റ്. അബുദാബി പോലീസ് നേതൃത്വം നൽകുന്ന നിയമ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമാകുന്നു. നിയമബോധവൽക്കരണ ക്യാമ്പയിൻ 2016 ഭാഗമായാണ് വിവിധ സ്ഥലങ്ങളിൽ ബോധവൽക്കരണ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ക്യാമ്പയിനിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അല്ലൈനിൽ വിപുലമായ തൊഴിലാളി സംഗമം നടന്നിരുന്നു. ദുബായ് നഗരത്തിലെ റോഡുകളിൽ ഏറ്റവും അപകടം പിടിച്ച സമയം രാവിലെ 9:45 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുള്ള 3 മണിക്കൂറുകളാണെന്ന് ദുബായ് പോലീസ്. നഗരത്തിലും പരിസരങ്ങളിലുമുള്ള നിരത്തുകളിൽ ട്രക്കുകൾക്കുള്ള നിരോധനം അവസാനിക്കുന്ന സമയമാണ് രാവിലെ 9:45 എന്നതാണ് ഇതിനു കാരണമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രവാസി ഇന്ത്യക്കാർ വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കണമെന്നും ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ളവയെ കരുതലോടെ ഉപയോഗിക്കണമെന്നും UAE ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം. ആരോഗ്യരംഗത്തെ മുൻനിര സ്ഥാപനമായ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ എറൈസ് പ്രവാസി കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താമസക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 1.5 വർഷത്തിനകം റാസൽ ഖൈമ എമിറേറ്റ്സ് മുഴുവൻ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടാണ് 40,000-ലധികം സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ സുരക്ഷാ ക്യാമറയ്ക്ക് കീഴിലാക്കാൻ പദ്ധതിയിടുന്നത്. RSC ഇന്റർനാഷണൽ സിറ്റി യൂണിറ്റ് കമ്മിറ്റി ചക്കരപ്പന്തൽ സംഘടിപ്പിച്ചു. SSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഫാറൂഖ് നഈമിയുടെ നേതൃത്വത്തിൽ ഷെയ്ഖ് ജീലാനി അനുസ്മരണ പ്രാർത്ഥനാ സംഘവും നടന്നു. KMIC ന്യൂസിനു വേണ്ടി ഇബ്രാഹിം ഏലേപ്പാറ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ദളിത് പിന്നാക്ക സമൂഹത്തിന് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായി MP മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി പ്രസിഡന്റും EV അബ്ദുറഹ്മാൻ ഹാജി ജനറൽ സെക്രട്ടറിയും K മൊയ്തു ഹാജി ഫിനാൻസ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാടാനപ്പള്ളി മദാർ സ്ഥാപനത്തിന്റെ 20ാം വാർഷികവും മദാർ ഇസ്ലാമിക് അക്കാദമി ബ്ലോക്ക് ഉദ്ഘാടനവും നാളെയും മറ്റന്നാളുമായി നടക്കും. മദാർ ഇസ്ലാമിക് അക്കാദമിക്കു വേണ്ടി പുതുതായി നിർമ്മിക്കപ്പെട്ട ബ്ലോക്കിന്റെ ഉദ്ഘാടനം 25-ന് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഷേഖുന വെൺമേനാട് TP അബൂബക്കർ മുസ്ലിയാർ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. 4:30-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ തൃശൂർ ജില്ലാ സെക്രട്ടറി PSK മൊയ്തു ബാക്കവി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം മുഹമ്മദ് ബാദ്ഷാ സഖാഫി ആലപ്പുഴ ഉദ്ഘാടനം ചെയ്യും.
25 വ്യാഴാഴ്ച രാവിലെ 9 നടക്കുന്ന സൌഹൃദ സംഗമത്തിൽ വിവിധ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പ്രാസ്ഥാനിക സമ്മേളനത്തിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വിഷയാവതരണം നടത്തും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ശേഖുന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. MP മുസ്തഫൽ ഫൈസി, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, മാടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, താഴപ്ര മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ, PK ബാവദാരിമി, അഡ്വക്കേറ്റ് PU അലി, MA ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിക്കും. 20ാം വാർഷികത്തോടനുബന്ധിച്ച് 200 നിർധനരായ രോഗികൾക്ക് നൽകുന്ന മെഡിക്കൽ കാർഡിന്റെ ഉദ്ഘാടനം ജില്ലാ സംയുക്ത ഖാദി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നിർവഹിക്കും. ദർസി രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ സമസ്ത കേന്ദ്ര മുശാവറാംഗം വെൺമേനാട് ഉസ്താദിനെ സമ്മേളനത്തിൽ ആദരിക്കും. സംഘശാക്തീകരണം ലക്ഷ്യം വെച്ച് കാസർകോട് ജില്ലയിലെ 12 സോണുകളിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പുകൾ നടത്താൻ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കാസർകോട് സുന്നി സെന്ററിൽ നടന്ന ജില്ലാ SYS പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. 4 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ സുസജ്ജമായ നേതൃത്വം, ക്യാബിനറ്റ് സിസ്റ്റം എന്നീ വിഷയങ്ങളിൽ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ ക്ലാസ് എടുക്കും. ഓർഗനൈസിംഗ്, ദഅ്വ, അഡ്മിനിസ്ട്രേഷൻ, വെൽഫെയർ എന്നീ ഉപസമിതികളുടെ യോഗങ്ങളും ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കും. ക്യാമ്പിന് സമയപട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസം 26-ന് കാസർകോട് സുന്നി സെന്ററിൽ കാസർകോട് സോണൽ ക്യാമ്പ് നടക്കും. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ മഞ്ചേശ്വരം പ്രാർത്ഥന നടത്തി. സംസ്ഥാന പ്രതിനിധി അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി, സുലൈമാൻ കരിവള്ളൂർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വെളിയങ്കോട് പഴഞ്ഞി ഇർഷാദിയ മദ്രസയ്ക്ക് കീഴിൽ മാസം തോറും നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 3ാം വാർഷികവും SYS പഴഞ്ഞി യൂണിറ്റ് സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും നാളെയും മറ്റന്നാളുമായി നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ശ്രീരാമകൃഷ്ണൻ MLA നിർവഹിക്കും. SYS യൂണിറ്റ് പ്രസിഡന്റ് MK അബ്ദുറസാഖ് അധ്യക്ഷത വഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. SYS മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സീദി കോയത്തങ്ങൾ, അഷ്റഫ് ബാഖവി അയിരൂർ, KPCC സെക്രട്ടറി PT അജയ് മോഹൻ, CPI ജില്ലാ സെക്രട്ടറി PP സുനീർ തുടങ്ങിയ മതസാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. 25-ന് വൈകിട്ട് 7 മണിക്ക് ദുആ സമ്മേളനം നടക്കും. വെളിയങ്കോട് ഖാദി ഹംസ സഖാഫി ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ ദുആ മജ്ലിസിന് നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദരിദ്രർക്ക് ആശ്വാസം നൽകുകയാണ് സർക്കാരിന്റെ പ്രഥമ കർത്തവ്യമെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിന് രസീത് സംവിധാനം, പ്രവാസികൾക്കായുള്ള ഇന്റർനെറ്റ് വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന തീരുമാനം ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മോദി സർക്കാരിന്റേത് സ്വേച്ഛാധിപത്യ ഭരണം, കോടതികൾ പോലും സുരക്ഷിത ഇടമല്ല, രൂക്ഷ വിമർശനവുമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ നടപടികൾ നാളെ ആരംഭിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തൃശൂർ വിജിലൻസ് കോടതി. വാടാനപ്പള്ളി മദാർ 20ാം വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കം. JNUവിലെ വിദ്യാർത്ഥികൾ കീഴടങ്ങണമെന്ന് ഡൽഹി ഹൈക്കോടതി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.